തിരികെ മോർണിംഗ് വൈബ്സിലേക്ക് എത്തുമ്പോൾ പണം കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ സമരത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ പന്തൽ കെട്ടി സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. നേരത്തെ ബാങ്ക് നൽകിയ പല അവധികളും തെറ്റിയതോടെയാണ് നിക്ഷേപകർ സമരത്തിലേക്ക് കടക്കുന്നത്. നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA സാന്നിധ്യത്തിൽ ഈ പണം തിരികെ നൽകാനൊരു ചർച്ച നടന്നിരുന്നു. ഏതാണ്ട് 25 ലക്ഷത്തോളം തുക നൽകുകയും അങ്ങനെ കൃത്യമായത് തിരിച്ചു നൽകും എന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഈ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ സമരങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. 7-ാം തീയതി പോരാ, എനിക്ക് അത്യാവശ്യം ട്രീറ്റ്മെന്റ് പൈസ വേണം, എനിക്ക് 15 ലക്ഷം രൂപ 30 ലക്ഷം ഉണ്ട്, 15 ലക്ഷം രൂപ വേണം നേരത്തെ പോലെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 15 ലക്ഷം രൂപ അത്യാവശ്യം വേണം, ബാക്കി നമുക്ക് സാവകാശം തരാം, ഇപ്പം തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞിരിക്കുക. തിങ്കളാഴ്ച അവൻ കുറച്ച് പേര് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ പോയി രാവിലെ തിങ്കളാഴ്ച പോകുന്നു, ബാക്കി എല്ലാവരും ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച കുറച്ച് പേര് പോകുന്നുണ്ട്. തിങ്കളാഴ്ച പോയിട്ട് ഞങ്ങൾ അവിടെ ഫ്ലെക്സും കെട്ടി, പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെക്സും കെട്ടി അനിശ്ചിതകാല പണിമുടക്ക് ഉപരോധം തുടങ്ങുകയാണ്. എന്തായാലും നിക്ഷേപകർ പലതരത്തിൽ ഇഡിക്കടക്കം പരാതി നൽകിയെങ്കിലും ഇഡി അന്വേഷണത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്താത്തത്, സഹകരണ വകുപ്പ് കൃത്യമായി അന്വേഷിക്കാത്തത്, മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തത്, ഇതെല്ലാം ഈ CPM ഭരിക്കുന്ന ഈരാറ്റുപേട്ട ബാങ്കിനെ ഫലത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കരുവന്നൂരിൽ ഉൾപ്പെടെ നടന്നതുപോലെയുള്ള ഒരു തട്ടിപ്പ്, സമാനമായ തട്ടിപ്പ് തന്നെയാണ് ഈരാറ്റുപേട്ടയിലും നടന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.